ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോയി മറയൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പോകുന്ന കാണുന്ന തേയിലത്തോട്ടമൊന്നും മൂന്നാർ അവിടെയൊന്നുമല്ല, ഇത് മറയൂർ ഏരിയ ആണ്. ഇവിടെയും നല്ലപോലെ തേയിലത്തോട്ടങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോണ വഴിക്കൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോഴത്തേനും ഈ വലിയ വലിയ മലകളുണ്ടല്ലോ, നല്ല ഉയരത്തിലുള്ള നല്ല ഹൈറ്റുള്ള മലകൾ, കുന്നുകൾ, അതൊന്നും കാണാനില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും കുറച്ച് നിരപ്പായ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടങ്ങളിലുള്ള വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും ഇങ്ങനെ ആകാശത്തൂന്ന് ചാടും പോലെ അത്ര ഹൈറ്റിൽ നിന്നൊന്നുമല്ല, നമ്മൾ സാധാരണതിൽ നിന്നും കുറച്ചുകൂടി ഒരു കുന്നുംപുറത്തുനിന്ന് ചാടും പോലെ കുറച്ച് നിരപ്പായ സ്ഥലങ്ങളിൽ തന്നെയുള്ള വെള്ളച്ചാട്ടങ്ങളാട്ടോ ഇവിടെ കാണാനുള്ളത്. ഇങ്ങനെ പോണ വഴിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു. അങ്ങനെ പോയിട്ട് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറി തന്നെയാണ് പോയത്. ബോറടിക്കരുതല്ലോ, ഇങ്ങനെ കുറേ ടൈം മണിക്കൂറുകളോളം നീണ്ട യാത്രയാണ്. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തിയായിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ ജോലിക്കാരൊക്കെ പോകണതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അപ്പോൾ അത് കാണാനായിട്ടാണ് ഇവിടെ നിർത്തിയത്. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നടന്ന് ഒക്കെ നോക്കാട്ടോ. നല്ല ഭംഗി, ഈ തണുപ്പും മഞ്ഞും മഴയൊക്കെ ആയിട്ട് റോഡൊക്കെ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നു. അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഇങ്ങനെ തോട് പോലെ ഒഴുകി പോകുന്നതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ അപ്പുറത്ത് ഫോട്ടോയും ഒക്കെ എടുക്കണ്ട, അവരും വണ്ടിയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കൈയും കാലൊക്കെ കുഴഞ്ഞ് അവരിപ്പോൾ കൈയൊക്കെ അനക്കി ഡാൻസൊക്കെ കളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ റിലാക്സ് ചെയ്ത് നിന്നു. നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് പറ്റിയ ഹോട്ടലുകൾ നോക്കിയാട്ടോ പോണത്. ഇപ്പോൾ വിശപ്പായിട്ടുണ്ട്, പക്ഷേ നല്ല ഹോട്ടലുകളൊന്നും കാണാനുണ്ടായില്ല. അപ്പോഴാണ് ഇവിടെ വീട്ടിൽ ഊണെന്ന് ബോർഡ് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറി നോക്കിയിട്ടോ. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ചൂടൻ ചോറൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. നല്ല ഫുഡായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഭക്ഷണം പോലെ തന്നെ സാമ്പാറും തോരനും അവിയലും ഒക്കെ ആയിട്ട് സാധാ ഒരു ഊണ്. പിന്നെ ഞങ്ങൾ ഫിഷ് ഫ്രൈയും കൂടി വാങ്ങിയിട്ടുണ്ടായി. പിന്നെ അമ്മച്ചി ഇതൊന്നും കഴിച്ചില്ല കേട്ടോ. പുള്ളിക്കാരിക്ക് ഇവിടെ എത്തിയപ്പോഴത്തേനും ആകെ അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഫുഡിനെ അവിടെ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല. കൈ കഴുകാൻ നിന്ന സ്ഥലത്ത് കണ്ട കാഴ്ചയായിട്ട് ഇത്. അപ്പോൾ ഇവിടെയും ചെറിയൊരു വെള്ളം, അങ്ങനെ വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല, അങ്ങനെ വെള്ളം തോട് പോലെ പോകണുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ല വലിയ പൂക്കളുള്ള ഒരു തുമ്പച്ചെടിയും കണ്ടു. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ ഇനി നമ്മുടെ മായുടെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലം ചോദിച്ചു പോണതാണ് ഞങ്ങൾ. മറയൂർ കോവിൽക്കടവ്, പിന്നെന്തോ ദണ്ടിക്കൊമ്പോ അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് വീട്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ച് പോണതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ തമിഴ്നാട് ടൂറിസ്റ്റ് ബസ്സുകൾ വന്നേക്കുന്നത് കേട്ടോ. ഈ ബസ്സുകളൊക്കെ ആണെങ്കിൽ ഫുൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയ ബസ്സുകളാണ്. ബസ് കാണാനില്ല, ഫുൾ പെയിൻറ്റിങ്സാണ്. പുലികളുടെയും മനുഷ്യരുടെയും ഒക്കെ പടങ്ങളുണ്ട് കേട്ടോ ഈ ബസ്സിൽ. അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബസ്സുകളാണ്. അങ്ങനെ നമ്മുടെ സ്ഥലം അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ അടയാളങ്ങൾ പറഞ്ഞത് വെച്ച് അങ്ങനെ പോവാണ്. പിന്നെ ഒരു സ്കൂളുണ്ട്, പിന്നെ ചർച്ചുകൾ കാണാം, അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ചർച്ച് ഇട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോണ വഴിക്കാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതാണ്. ഇനി ഇതൊക്കെ ഒരു ഓർമ്മകളാണല്ലോ. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണോ എന്തോ, ഇവിടുന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ ഇടത് വശത്തായിട്ട് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ ഞാൻ ഇങ്ങനെ കണ്ടിട്ട്, അത് ഗ്രൗണ്ട് അല്ല, അതിങ്ങനെ പരന്ന് കിടക്കുന്ന പാറയാണത്.
നല്ല ഓടി കളിക്കാൻ പറ്റിയ പാറ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോ എടുത്തിട്ട് പോവാട്ടോ. പിന്നെ ഇതിന് ചേർന്ന് തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ നല്ല ഒരു വലിയ പുഴ ഇങ്ങനെ കുത്തി ഒഴുകണ നല്ല പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ നല്ല ശക്തിയായിട്ട് ഒച്ചയോടുകൂടി പോകുന്നുണ്ട്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഇങ്ങനെ കുറേ ആകുമ്പോൾ ബോറാവില്ല എന്ന് വിചാരിച്ച്. പിന്നെ ഇനി ഇത് കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോൾ ഒരു ചർച്ച് ഉണ്ട്. അവിടെ മായി ഞങ്ങളെ നോക്കി നിൽക്കാന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ആ ചർച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ആൾ നിൽക്കണ്ടായി. അങ്ങനെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ്. ഈ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെയാണ് സ്റ്റേ. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല ക്ഷീണമുണ്ടല്ലോ, രാവിലെ തൊട്ടുള്ള ഡ്രൈവിങ്ങും യാത്രയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളവിടെ നന്നായിട്ട് റിലാക്സ് ചെയ്തു. കുറേ നല്ല ചൂടന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇതവരുടെ മുറ്റത്തിറങ്ങുമ്പോഴുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ നല്ല ചെറിയൊരു മല പോലെയുണ്ട്. അതിൻ്റെ മുകളിൽ വേറെയും കാഴ്ചകളുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് പിന്നെ വീഡിയോയിലിടാം. അങ്ങനെ ഞങ്ങളും വണ്ടിയും ഒക്കെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഏരിയ കേട്ടോ, നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഈ മറയൂർ ഭാഗത്ത് ചൂട് കൂടുതലുള്ള സ്ഥലം കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തേക്കാൾ പോലെ തന്നെ ചൂടാണ്. ഇങ്ങനെ ഇവിടെ അധികം ഇങ്ങനെ തണുപ്പുള്ള സ്ഥലമല്ല. എന്നിട്ടും ഇപ്പോൾ ഈ സമയത്ത് നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ തണുപ്പ് വരുമ്പോൾ ഭയങ്കര തണുപ്പ്, അസഹ്യ തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തുള്ള ഇനിയുള്ള വീഡിയോകളിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.